ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ വ്ളോഗ് നല്ല നീണ്ട് നിവർന്ന വ്ളോഗാണ്. കാരണം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണം എങ്ങനെ പോയതൊക്കെ ആയിട്ടൊക്കെ ഉള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കഴിക്കാൻ പോണ ഫ്രണ്ടിൻ്റെ വീട് വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ എന്ന് വെച്ചാൽ പ്രോപ്പർ കണ്ണൂരൊന്നും അല്ല കേട്ടോ, അങ്ങ് ദൂരെ കണ്ണൂർ ബോർഡറിൻ്റെ അവിടെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 9-10 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 10 മണിക്ക് ബസ്സിൽ കയറിയതാണ്. ആള് നല്ല രീതിയിൽ ഉറങ്ങി, പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെറുപുഴയിൽ ഇറങ്ങിയിട്ട് അവിടെ ഫ്രണ്ടിൻ്റെ കസിൻ ബ്രദർ ഞങ്ങൾ പിക്ക് ചെയ്തു. അപ്പോൾ പിക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ റൂമിൽ പോയി റെഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി, കല്യാണം നടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി, റൂമിലേക്കല്ല. അപ്പോൾ ഇത് ആക്ച്വലി ഒരു നോ ഓർണമെൻറ്റ്സ് ബ്രൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും തീരുമാനിച്ചു, ഞങ്ങൾ ഒരുപാട് ഓവറായിട്ട് ഓർണമെൻറ്റ്സോ അങ്ങനെയൊന്നും, വളരെ മിനിമലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. വളരെ മിനിമലായിട്ടുള്ള ഓർണമെൻറ്റ്സും അങ്ങനത്തെ ഒരു സാരി തന്നെയാണ് ഞങ്ങളും എടുത്തത്. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വളരെ കുറച്ച് കുറച്ച് ആൾക്കാർ വരുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒത്തിരി ആൾക്കാർ വന്നു, ഓഡിറ്റോറിയം നിറയെ ആൾക്കാരായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വളരെ ഒരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമായിട്ട്. ഇവിടെ അങ്ങനെ ടൗണോ സിറ്റിയോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ചായക്കടയൊക്കെ കാണാം, വളരെ പഴയ പണ്ടത്തെ ചായക്കടയൊക്കെയാണ് ഇവിടുത്തെ, അങ്ങനത്തെ സെറ്റപ്പാട്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ സ്ഥലങ്ങളൊന്നുമല്ല. അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഓടി വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ബിരിയാണി അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ. പക്ഷേ ഇവിടെയും നമ്മൾ അവിടെ കിട്ടുന്ന പോലത്തെ ഡിഷസൊക്കെ തന്നെയാണ്, പക്ഷേ വളരെ ടേസ്റ്റി ഡിഷസ് ആയിരുന്നു കേട്ടോ. ഒത്തിരി ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മൾ ബുഫേ പോലെ പോയി നിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ പണ്ട് നമ്മളിങ്ങനെ ഒരു റൗണ്ട് ടേബിളിൽ ഒരു 8 പേരുണ്ടായിട്ട് നടുക്ക് ഭക്ഷണമൊക്കെ വെക്കില്ല, അങ്ങനത്തെ ടൈപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഞങ്ങളും ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഓരോ ഫുഡും ഓരോ കറിയും അങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചു. ഞങ്ങൾക്ക് ഡെസേർട്ട് ഫ്രൂട്ട് സാലഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയിട്ട് വീണ്ടും ഞങ്ങളുടെ ബാഗെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം എന്താ വെച്ചാൽ പെണ്ണിൻ്റെ കല്യാണം രാവിലെ ഞങ്ങൾക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല, കാരണം ബസ് ഒരുപാട് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. അതാണ് കല്യാണപ്പെണ്ണിൻ്റെ ബഹളം കണ്ടാൽ എൻ്റെ പൊന്നോ, അവളെ കല്യാണം എന്നുള്ളൊരു വിചാരം പോലും ഇല്ല അവൾക്ക്, അങ്ങനെ ബഹളം വെക്കണമായിരുന്നു അവൾ. അപ്പോൾ ഈ വീടിൻ്റെ പുറകിലുണ്ട് ഇങ്ങനെയാട്ടോ, ഭയങ്കര ഗ്രീനറി ആട്ടോ വീടിൻ്റെ പുറകൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതായത് സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ചാലൊക്കെ ഉണ്ട്, നല്ല രസം. അവിടെയൊക്കെ ഇറങ്ങിയൊക്കെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങൾ സാരി ഉടുത്തിക്കണോണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ 7:30 റിട്ടേൺ വരണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് അവർ വീണ്ടും അടുത്ത് തന്നെ ഭയങ്കര നീണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാടാട്ടോ. പിന്നെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 10-20 അടി അങ്ങോട്ട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൂർഗ് ബോർഡറാണ്, കർണാടക ബോർഡറാണത്. അതവർ വലിയൊരു ചങ്ങല വെച്ചിട്ട് ആ ബോർഡറിനെ അവർ തിരിച്ചേക്കുവാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ കയറിയൊക്കെ പോവാട്ടോ, ഞാൻ കാണിച്ചു തരാട്ടോ. ഞാൻ ആ വീഡിയോക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊക്കോ മരമുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു റെഡി ആവണം, ഫ്രഷായി വന്നേക്കാൾ മുന്നേ ഒന്ന് കയറി പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഫ്രഷ് വെള്ളമാട്ടോ, വരാൻ നല്ല ശബ്ദമാട്ടോ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾപ്പിച്ചു തരാട്ടെ. വെള്ളത്തിൻ്റെ ശബ്ദം, ചീവീടിൻ്റെ ശബ്ദമൊക്കെ കേൾപ്പിച്ചു. എനിക്ക് ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഇച്ചിരി ഫോറസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളായതുകൊണ്ട് ആവാം. അപ്പോൾ കണ്ടോ, നീല കളറിലൊരു ഇത് എഴുതിയേക്കുന്നത്, അത് കൂർഗ് ഡിസ്ട്രിക്ട് ബോർഡർ എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഇലക്ട്രിക് ഫെൻസ് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആനയുടെയും കടുവയുടെ ഒക്കെ നല്ല ശല്യമുണ്ട്. അപ്പം ഇവർ തന്നെ വൈകിട്ടാകുമ്പോൾ ആ ഗേറ്റൊക്കെ അടച്ച് അങ്ങ് ലോക്ക് ചെയ്ത് വെക്കും. പിന്നെ ഈ വഴി ആൾക്കാരൊക്കെ പോകും കേട്ടോ, ജീപ്പൊക്കെ ഉണ്ട് ആ വഴി, അതായത് അവിടെ ആൾ താമസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് കൂർഗ് ഡിസ്ട്രിക്റ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ നിന്നിട്ട് വീഡിയോ എടുത്താണ്. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, കാരണം ഞങ്ങൾ തീരുമാനിച്ചിട്ടായിരുന്നു നമ്മൾ റെഡിയൊക്കെ ആയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് സാരിയൊക്കെ മാറ്റിയിട്ട് പോകാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഇതാണ്
കൂർഗ് ഡിസ്ട്രിക്റ്റിൻ്റെ ചെറിയൊരു കാഴ്ചകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വീട്ടിൽ പോയപ്പോൾ പുറകിൽ കാണുന്നതൊക്കെ അവർ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഈ 7:30ക്കാണ് ബസ്. 6:45 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 7:30 ഞങ്ങൾക്ക് ആ സ്റ്റോപ്പിലെത്താൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് ഒരു പോലെ ഏത്തപ്പഴം എല്ലാവർക്കും വെച്ച് തന്നിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ കാണിച്ചു കേട്ടോ. ഈ കാണുന്ന കവറിലുള്ള ഏത്തപ്പഴം മൊത്തം എനിക്ക് കൊണ്ടുപോകാൻ, ഇതെൻ്റെ കൂടെ വന്ന് റീനുവിനും കൊണ്ടുപോകാൻ. അപ്പോൾ ഇനി എന്തെങ്കിലും ചിലപ്പോൾ തിന്നാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരിക്കും. നോക്കാം നമുക്ക്. പിന്നെ ഞങ്ങൾ ഫ്രഷായിട്ട് അങ്ങ് കാടങ്ങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടോയെന്നും. ഞാൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങൾ ഓടിപ്പോയി റെഡിയായിട്ട് കുട്ടപ്പനായിട്ട് ഞങ്ങളൊപ്പം വന്നേക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സമ്മർ വെക്കേഷനിൽ ഞങ്ങൾക്ക് എവിടെയും ഒരു ടൂർ പോകാൻ പറ്റിയില്ല. കാരണം ഇഷ്ടം പോലെ കസിൻസിൻ്റെ കല്യാണങ്ങൾ എല്ലാ മാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എവിടെയും ഒരു ടൂറോ ഒന്നും ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കിട്ടുന്ന ഈ ഒരു ചാൻസ് നല്ല രീതിയിലാണ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ബായി ഉണ്ടെങ്കിൽ ആനേനെ കാണാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങ് ആ കാടിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല കാടാട്ടോ. ആ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കൂടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് വേണം. അപ്പോൾ എന്നാലേ നമുക്കൊരു ധൈര്യം കിട്ടുള്ളൂ. ഏത് വഴി ആന വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരാകുമ്പോൾ പറഞ്ഞു തരും നമുക്ക്. അപ്പോൾ അവരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് പോവാട്ടോ. പിന്നെ അവിടെ ആണെങ്കിൽ നല്ല അട്ടശല്യമുണ്ട്. ഭാഗത്തിന് എൻ്റെ മേത്തിൽ മാത്രം കയറിയില്ല, ബാക്കി എല്ലാവരും മേത്തിൽ അട്ടയൊക്കെ കയറിയിട്ടാ. ഈ കാണുന്ന ഈ ചാലില്ലേ, ഇത് കടന്ന് അങ്ങോട്ട് പോയിട്ടാണ് ഒരു അടിപൊളി ഒരു പാലം. ഇത് കണ്ട ഈ പാലത്തിൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ അങ്കിൾ പറയണേ ഈ പാലം വരെ കവർ ചെയ്ത് വെള്ളം വരുമെന്നാണ് പറയണത്. ഭയങ്കര കണ്ടിന്യൂസ് നല്ല മഴ വരുവാണെങ്കിൽ അങ്ങനെ വരും എന്നാണ് പറയണത്. അപ്പോൾ ഈ നേരെ കാണുന്ന അവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് എന്താ പറയുക, ഭയങ്കര രസമായിട്ട് ഇത് കാണാൻ. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാൻ പറ്റും. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ. പിന്നെ ഇത് ഈ ഒരു വലിയൊരു മരം, അങ്കിൾ പറഞ്ഞത് ഇത് ഭയങ്കര വലിയ വീതിയൊക്കെ ഉള്ള മരമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചാട്ടോ. പിന്നെ ഈ വീടിൻ്റെ ഇവർ വീടിൻ്റെ തൊട്ട് പുറകെ കാണുന്ന സീനറി ഇങ്ങനെയാണ്. കല്യാണം ക്ഷീണിച്ചിരിക്കുക അടുത്ത് ഇനി മേലെ കല്യാണം പറയുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായ എല്ലാ ഫുഡും ഞങ്ങൾ പാക്ക് ചെയ്ത് നേരെ 7:30 ഒരു ബസ്സിൽ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.